വാരപ്പെട്ടി, പല്ലാരിമംഗലം എന്നീ പഞ്ചായത്തുകളിൽ LDFനുണ്ടായ പരാജയത്തിൽ CPMനെ കുറ്റപ്പെടുത്തി CPI രംഗത്ത്. തങ്ങളെ അവഗണിച്ചതിനുള്ള തിരിച്ചടിയാണ് തെരഞ്ഞെടുപ്പിൽ ലഭിച്ചതെന്ന് CPIയുടെ വാദം. തങ്ങളെ കൂടി ഒപ്പം ചേർത്തിരുന്നുവെങ്കിൽ വാരപ്പെട്ടിയിൽ ഭരണം പിടിക്കാനും പല്ലാരിമംഗലത്ത് കൂടുതൽ വാർഡുകളിൽ വിജയിക്കാനും കഴിയുമായിരുന്നു. രണ്ട് പഞ്ചായത്തുകളിലും CPIക്കാർ LDFന് വോട്ട് ചെയ്തില്ലെന്നാണ് സൂചന. വാരപ്പെട്ടി, പല്ലാരിമംഗലം പഞ്ചായത്തുകളിൽ CPIക്ക് 9 ബ്രാഞ്ചുകളും 100ഓളം അംഗങ്ങളുമുണ്ട്. എന്നാൽ രണ്ടിടത്തും CPIക്ക് സീറ്റ് നൽകാൻ CPM തയ്യാറായില്ല. ഇതേ തുടർന്ന് CPI LDFിൽ നിന്ന് വിട്ടുനിൽക്കുകയും മനസാക്ഷി വോട്ടിന് ആഹ്വാനം ചെയ്യുകയുമാണ് ചെയ്തത്. CPI LDF സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്തില്ലെന്നാണ് നേതാക്കൾ സൂചിപ്പിക്കുന്നത്. തങ്ങളെ കൂടി സഹകരിപ്പിക്കാൻ CPM തയ്യാറായിരുന്നുവെങ്കിൽ രണ്ട് പഞ്ചായത്തുകളിലും LDFന്റെ സ്ഥിതി മെച്ചപ്പെടുമായിരുന്നുവെന്നാണ് CPI നേതാക്കളുടെ അവകാശവാദം. വാരപ്പെട്ടിയിൽ ഭരണം നേടാനും കഴിയുമായിരുന്നു. പല്ലാരിമംഗലത്ത് CPIക്ക് 15ഓളം ഉറച്ച വോട്ടുകളുള്ള വാർഡിൽ 3 വോട്ടുകൾക്കാണ് LDF പരാജയപ്പെട്ടത്. വാരപ്പെട്ടിയിലെ വിവിധ വാർഡുകളിലും സമാന അവസ്ഥയുണ്ട്. വളരെ ചെറിയ വോട്ടുകൾക്കാണ് ഏതാനും വാർഡുകൾ LDFന് നഷ്ടപ്പെട്ടത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംവിധാനമില്ലാത്തതുകൊണ്ട് പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്തിൽ വലിയ ഭൂരിപക്ഷത്തിന് UDF വിജയിച്ചു എന്ന് മാത്രമല്ല 10-11 വാർഡുകളിൽ LDF സംവിധാനമില്ലാത്തതുകൊണ്ട് 3ാം സ്ഥാനത്ത് പോകുന്ന സംവിധാനമുണ്ടായി. ഒരു സീറ്റിൽ മാത്രമാണ് CPM ഇതിലുള്ള സ്ഥാനാർത്ഥിക്ക് വിജയിക്കാൻ കഴിയുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ ഐക്യപ്പെട്ടൊരു തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു എങ്കിൽ നമുക്ക് 4 വാർഡുകളിൽ വിജയിക്കാൻ കഴിയുമായിരുന്നു. ഈ ദയനീയമായ പരാജയവും UDFന്റെ വൻ ഭൂരിപക്ഷവും നമുക്ക് ഒഴിവാക്കാൻ കഴിയുമായിരുന്നു. അതുപോലെ തന്നെയാണ് വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത്. കാരണം 6ഓളം വാർഡുകളിൽ 2, 3, 7, 10 50-ൽ താഴെ വോട്ടുകൾക്കാണ് UDF വിജയിച്ചത്. അവിടെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംവിധാനം ഉണ്ടായിരുന്നു എങ്കിൽ 6 വാർഡുകൾ കൂടി നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞ് ആ ഭരണം UDFന്റെ കയ്യിൽ നിന്നും ഇടതുപക്ഷത്തിന് തിരിച്ചു പിടിക്കാൻ കഴിയുമായിരുന്നു. പല്ലാരിമംഗലത്തും വാരപ്പെട്ടിയിലും സീറ്റ് നൽകണമെന്ന് CPI ആവശ്യപ്പെട്ടിരുന്നു. CPM അതിന് തയ്യാറായില്ല. ചില നേതാക്കൾ സങ്കുചിത ചിന്താഗതിയോടെയാണ് പ്രവർത്തിച്ചത്. LDFന്റെ കെട്ടുറപ്പ് നഷ്ടപ്പെടുത്തുന്ന സമീപനം CPM നേതാക്കളിൽ നിന്നുണ്ടായെന്നും CPIയുടെ തെരഞ്ഞെടുപ്പ് അവലോകന യോഗം കുറ്റപ്പെടുത്തി. തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായിക്കൊണ്ട് സീറ്റ് ചർച്ചകളും മറ്റും നടക്കുമ്പോൾ ചില സങ്കുചിത ചിന്താഗതിയുള്ള CPMന്റെ ചില നേതാക്കളുണ്ട്. എല്ലാവരും നമുക്ക് പറയാൻ കഴിയില്ല. പലരും ഇത് ഐക്യപ്പെട്ടു പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ ചില ആളുകൾ അതിൽ അനൈക്യത്തോടു കൂടി പെരുമാറുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ ഒരു ദയനീയ പരാജയമാണ് ഇപ്പോൾ നമുക്ക് ഇതിൽ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് CPMനെ സംബന്ധിച്ചിടത്തോളം കോതമംഗലം മണ്ഡലത്തിൽ 2 ഏരിയ കമ്മിറ്റിയാണ്. കവളങ്ങാട് ഏരിയ കമ്മിറ്റിയുടെ കീഴിലാണ് കവളങ്ങാട് പഞ്ചായത്തും പൈമൂട്ടൂർ പഞ്ചായത്തും പൊത്താനിക്കാട് പഞ്ചായത്തും പല്ലാരിമംഗലം പഞ്ചായത്തും വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തും. അതിൽ 5 ഗ്രാമപഞ്ചായത്തും കൂടിയ ഒരു ഏരിയ കമ്മിറ്റിയാണ് കവളങ്ങാട്. അതിൽ 2 മാത്രമേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അയക്കുള്ളൂ. പൈമൂട്ടൂരും വാരപ്പെട്ടിയിലും പല്ലാരിമംഗലത്തും LDF സംവിധാനമുണ്ട്. അതിന്റെ ഒരു പരാജയമാണ് നമുക്ക് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ കാണാൻ കഴിയുന്നത്. യോഗത്തിൽ നേതാക്കളായ SM അലിയാർ, AP റഹീം, ടോമി ആന്റണി, ഷാഹുൽ ഹമീദ്, രാജശേഖരൻ നായർ, OM ഹസൻ, MN രമണൻ, KA നജീബ് തുടങ്ങിയവർ പ്രസംഗിച്ചു. GTV ന്യൂസ്, കോതമംഗലം.